ഹായ് ഓൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലിങ്ക് ലിസ്റ്റ്. സോ നമ്മൾ അറ്റ് ദി ബിഗിനിങ് പഠിച്ച കൺസെപ്റ്റിൻ്റെ സെയിം ആണ് സ്റ്റാർട്ടിങ്ങിൽ 2 സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് വി നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ നോഡ് വിത്ത് ഡാറ്റ ഈക്വൽ ടു വാല്യൂ. സോ നമ്മളിവിടെ ന്യൂ നോഡ് എന്ന് പറഞ്ഞ നോഡ് ക്രിയേറ്റ് ചെയ്യാണ് ആൻഡ് വി ആർ ഗിവിങ് എ വാല്യൂ 5 ടു ദാറ്റ് പെർട്ടിക്കുലർ നോഡ്. ആൻഡ് നമ്മൾ ചെക്ക് ചെയ്യാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഒരു ഓൾറെഡി ലിങ്ക് ലിസ്റ്റ് ഹെഡ് എങ്ങോട്ടെങ്കിലും പോയിൻ്റ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഹെഡ് ഈക്വൽ നള്ളാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ നോഡാണ് ആ ലിങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡ്. സോ ആ നോഡ് അതിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യണം. സോ ഈ ഹെഡ് ഈക്വൽ നള്ളാണെങ്കിൽ ന്യൂ നോഡ് ഓഫ് ലിങ്ക് ഈക്വൽ ടു ന്യൂ നോഡ്. അതായത് ന്യൂ നോഡ് ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. അത് ന്യൂ നോഡിലേക്ക് തന്നെ എങ്ങനെ പോയിൻ്റ് ചെയ്യും? ആ ഒരു ക്രിയേറ്റ് ചെയ്ത നോഡ് ആ പെർട്ടിക്കുലർ നോഡിലേക്ക് തന്നെയാണ് ഇവിടെ പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ സെറ്റിംഗ് ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. നമ്മൾ ഈ പുതിയ നോഡിനെ ഹെഡാക്കി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം അൽഗോരിതത്തിൻ്റെ സെയിം സ്റ്റെപ്പാണ് വരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്റ്റെപ്പ് 3 ചേഞ്ച് വരും. സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൽസിൽ ടെംപ് ഈക്വൽ ടു ഹെഡ്. നമ്മൾ ടെംപ് കറൻ്റ്ലി ഹെഡ് എവിടെയുള്ളത് 5-ലാണ്. അവിടേക്കൊരു പുതിയ പോയിൻ്റ് ടെമ്പിനെ സെറ്റ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ചെക്കിംഗ് വൈൽ ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ്. ഇവിടെ ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണോ? അല്ല, ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പിനെ ഇവിടേക്ക് മൂവ് ചെയ്യും. ആൻഡ് ഈ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ടെംപ് മൂവ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇനീഷ്യലി ടെംപ് ഇസ് പോയിൻറ്റിങ് ടു 5. ടെംപ് ഓഫ് ലിങ്ക് ഹെഡിലേക്കല്ല പോയിൻ്റ് ചെയ്യുന്നത്. സോ 5 എന്ന് ടെംപ് എങ്ങോട്ട് മാറും? 3. ഇവിടെ ചെക്ക് ചെയ്യും ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ടെംപ് ഓഫ് ലിങ്ക് ഇവിടെയും നോട്ട് ഈക്വൽ ടു ഹെഡ് ആണ്. സോ ഇവിടേക്ക് മാറും. അപ്പോൾ ഇവിടെ നോക്കും ടെംപ് ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണോ? അല്ല, ടെംപ് ഓഫ് ലിങ്ക് ഇവിടെ 6ലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ടെംപ് ഓഫ് ലിങ്ക് എന്താണ്? നേരെ പോയിൻ്റ് ചെയ്യുന്നത് ഹെഡിലേക്കാണ്. സോ കണ്ടീഷൻ വയലേറ്റ് ആവും. സോ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെംപ് ഓഫ് ലിങ്ക് ഈക്വൽ ടു ന്യൂ നോഡ്. സോ ഹിയർ 7 ഇസ് ദാറ്റ് ക്രിയേറ്റഡ് ന്യൂ നോഡ്. നമ്മൾ 7 എന്നുള്ള പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോഡിലേക്ക് ടെംപ് ഓഫ് ലിങ്കിൻ്റെ വാല്യൂ കൊടുക്കും. ആൻഡ് ന്യൂ നോഡ് ഓഫ് ലിങ്ക് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം? ഹെഡിലേക്ക് പോയിൻ്റ് ചെയ്യണം. ഇതാണ് ചെയ്യുന്നത്. ഇവിടെ ഹെഡിന് മാറ്റമൊന്നുമില്ല. ബിക്കോസ് വി ആർ ഇൻസേർട്ടിങ് എ ന്യൂ നോഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സർക്കുലർ ലിസ്റ്റ്. സോ 6 കഴിഞ്ഞിട്ടാണ് നമുക്ക് 7 ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 5 എന്ന് 3ലേക്ക് ട്രാവേഴ്സ് ചെയ്തു. 3 4ലേക്ക് വന്നു. 4 6ലെത്തി. ആൻഡ് ലാസ്റ്റ് നോഡ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡിലേക്ക് കൊടുക്കണം. ആൻഡ് ന്യൂ നോഡിൻ്റെ അഡ്രസ് പാർട്ട് ഹെഡിലേക്ക് പോയിൻ്റ് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ബൈ.